നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, സുധാമൂർത്തി മാമിൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരൻറ്റിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദർഹുഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ബാധ്യതയായി കാണാതെ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് കണ്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ദുർഘടം പിടിച്ച വഴിയിലൂടെ അല്ലാതെ നമ്മുടെ പാരൻറ്ഹുഡിനെ അല്ലെങ്കിൽ മദർഹുഡിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരും ഉണ്ട്, പക്ഷേ അച്ഛന്മാരെയൊക്കെ കൂടുതൽ അമ്മമാരാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വിഷമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ നമ്മുടെ ഈ പാരൻറ്റിങ് ജേർണിയിൽ വിഷമിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരുപാട് ഓവറായിട്ട് നമ്മുടെ ആ ഒരു ദേഷ്യം കാണിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് അലറി വിളിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരെ അടിച്ച് ശരിയാക്കിയതിന് ശേഷം പിന്നെയുള്ള സങ്കടപ്പെടൽ, അത് വളരെ വലിയൊരു നെഞ്ചിലെ വിഷമമായിരിക്കും. നമുക്ക് പല പല കാരണങ്ങളുണ്ടാവാം. പേരൻസ്, നമുക്കറിയാം പല ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഓരോ പേരൻസിനും. ചിലർക്ക് വീട്ടിലെ സ്ട്രെസ് ആവാം, ചിലർക്ക് സ്വന്തം പേഴ്സണൽ ലൈഫിനകത്തുള്ള സ്ട്രെസ് ആവാം, ചിലർക്ക് മറ്റു കുട്ടികളും കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ള സ്ട്രെസ് ആയിരിക്കാം, ചിലർക്ക് ഇൻലോസിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, ജോലി സ്ഥലത്തെ ആവാം, അതും അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതിൻ്റെ സ്ട്രെസ് ആവാം. അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊന്നും നമ്മൾ തീർക്കേണ്ട ഒരിടമല്ല നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത്. അവർ നമ്മളുടെ മാത്രം ഉത്തരവാദിത്വം കൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആളുകളാണ്. വളരെ മനോഹരമായിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് നമുക്ക് ഒരു മെമ്മറി ആക്കി എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരുപാട് കാലം ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു എൻറ്റയർ ലൈഫിൽ ഒരു 10 വർഷമായിരിക്കും ഏറ്റവും കൂടിയ നമ്മൾ ഈ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നത്. കാരണം അവരൊരു 10 വർഷത്തിൽ കൂടുതൽ 10 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. പിന്നെ നമുക്ക് ആ പഴയ അവരുടെ കുട്ടിക്കാലം വേണമെന്ന് വിചാരിച്ചാൽ അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ അതെല്ലാം നമുക്ക് ഓർമ്മയായി. അപ്പോൾ ആ ഓർമ്മകളെല്ലാം നല്ല ഓർമ്മകളാക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് അലറി വിളിച്ചതിന് ശേഷം, അതും അല്ലെങ്കിൽ അവരെ അടിച്ച് വേദനിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പാരൻറ്റിങ് രീതി ഒന്ന് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. ജെൻറ്റിൽ പാരൻറ്റിങ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് മെത്തേഡ് ഉണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പോസിബിൾ ആകുന്നത് അത്രമാത്രം ക്ഷമയുള്ള, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് ചുറ്റും നമ്മുടെ സ്ട്രെസ്സും കൂടി ഷെയർ ചെയ്യാനുള്ള, കുട്ടികളെ കെയർ ചെയ്യാൻ വേറെ ആളുകളൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ജെൻറ്റിൽ പാരൻറ്റിങ് പറ്റുള്ളൂ. അപ്പോൾ അത് അല്ലെങ്കിലും ടോക്സിക് പാരൻറ്റിങ് ആകാതിരുന്നാൽ മതി നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നമ്മളാണ് അതോറിറ്റി അല്ലെങ്കിൽ നമ്മളാണ് ലീഡർ എന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് കാര്യങ്ങളെല്ലാം അടിച്ചേൽപ്പിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവർ ചെയ്യണം എന്ന് ഉള്ള ഒരു ചിന്ത മാറ്റി, ആ ഒരു രീതി മാത്രം നമ്മൾ മാറ്റിയെടുത്താൽ മതി. അപ്പം നമ്മളിതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം. കുഞ്ഞുങ്ങളെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കരയും, അവരുടെ പിഞ്ചു മനസ്സ് വേദനിക്കും. ചിലപ്പോൾ അടി കിട്ടിയാലും അവർ കരയുന്നത് വേദന കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് സങ്കടം കൊണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ നോക്കുമ്പോഴായിരിക്കും. ശരിയല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെപ്പോഴും നമ്മൾ അടിക്കോ വഴക്കോ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ, കരച്ചിലൊക്കെ കഴിഞ്ഞ് അവരങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ അവരുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും തന്നെ സങ്കടം വരും, അല്ലേ? അപ്പം നമ്മൾ ഓർക്കും, എന്തിനാണ് ഞാൻ അങ്ങനെ അടിച്ചത്? പിന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കും, ഇല്ല ഇനി ഞാൻ കുഞ്ഞിനെ അടിക്കില്ല, എന്തൊക്കെ വന്നാലും അടിക്കില്ല, എന്ത് വികൃതി കാണിച്ചാലും അടിക്കില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല എന്നോർക്കും. പക്ഷെ നമുക്കറിയാം, നമ്മുടെ തലയ്ക്ക് മുകളിൽ കയറിയതായിരിക്കും അവരെ വീണ്ടും വികൃതി കാണിക്കുന്നത്. ഇവിടെയൊക്കെ വളരെ റെയറായിട്ട് അടി കിട്ടാറുള്ളൂ. അത് പറഞ്ഞ് അത്രമാത്രം അങ്ങ് ക്ഷമ കെട്ട് കഴിയുമ്പോഴാണ് ഞാൻ അടി കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ കുട്ടിയായിരിക്കും രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ഏതോ ലോകത്താണ്, വേറൊരു ലോകത്താണ്. എങ്ങനെയാണ് അവരെ ഒന്ന് വളർത്തിയെടുത്തോണ്ട് വരണ്ടേന്നുള്ള ഒരു അറിവില്ലായ്മയുടെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്കിടെ ആ തലയിലേക്ക് വരുന്ന എല്ലാ
ടെൻഷനും കൂടെ നമ്മൾ അതുകൊണ്ട് കുഞ്ഞിനോടായിരിക്കും തീർക്കുന്നത്. മിക്കവരും തന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ദേഷ്യം നമ്മൾ കുഞ്ഞിൽ തീർക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലൊന്നാണ്. നമുക്ക് ഹസ്ബൻഡിനോട് ദേഷ്യം വന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് ആരോടെങ്കിലും, ചിലപ്പം ഇൻലോസിനോടായിരിക്കും, അമ്മായിമ്മയോടോ അമ്മായച്ചനോടോ നാത്തൂനോടോ അങ്ങനെ ആരോടെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ളവരോടായിരിക്കും. പക്ഷെ ഈ ഒരു ദേഷ്യം നമ്മൾ ഒരിക്കലും കുഞ്ഞിനോട് തീർക്കാൻ പാടില്ല. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ വഴക്ക് പറയുന്നേക്കാൾ കൂടുതൽ സങ്കടമാണ്, അല്ലെങ്കിൽ ഒരു നാണക്കേട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു വിലയില്ലാന്ന് തോന്നുന്നു എപ്പോഴും നമ്മൾ പബ്ലിക്കിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച്, അതും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ വഴക്ക് പറയുമ്പോഴായിരിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്ന ചിലരുണ്ട്, ഇവനെ ഒന്നും കൊള്ളില്ല, അയ്യോ, കമ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കാരണം കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് പറയുക, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് എത്ര ദേഷ്യം വന്നിരുന്നാലും ഞാൻ പുറത്തുനിന്ന് ചിലപ്പം അവനെ ഒന്നും പറഞ്ഞൊന്നും വരില്ല, ആരുടെയും മുമ്പിൽ വെച്ചിട്ട്. അല്ലാത്തപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, രണ്ടാമത്തെ കുഞ്ഞാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ മൂത്തയാൾ വളർന്നു വന്നപ്പോൾ അയ്യോ, അത്രയും അവനെ അങ്ങോട്ട് വഴക്ക് പറയണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ കുഞ്ഞിനോട് കുറച്ചും കൂടി ബെറ്ററായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും നമ്മൾ പേരൻസിന്. നമുക്കറിയാം, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇപ്പോൾ ഒരു വലിയ റീസണാണ് ഇങ്ങനെ നമ്മൾ വേറെ രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കൊക്കെ പോകാൻ. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ വേറൊരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തെറാപ്പി എടുക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകാമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വെറുതെ പാവം നമ്മുടെ കുഞ്ഞ് സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരായിരിക്കും അതിന് സഫർ ചെയ്യേണ്ടി വരുന്നത്. അത് പോട്ടെ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം അവർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് മറിച്ച് അടിച്ചു, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പൊട്ടിച്ചു, അപ്പോഴേക്കും നമുക്കറിയാം അലറിക്കൊണ്ട് വരുന്ന അമ്മമാരുണ്ട്, വടിയെടുത്ത് അടിക്കുന്ന അമ്മമാരുണ്ട്. എന്നാൽ സാരമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗ്ലാസ് പൊട്ടിക്കുക അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും അടിക്കാറോ വഴക്ക് പറയാറോ ഇല്ല കേട്ടോ. അത് കുഴപ്പമില്ല എന്ന് പറയും. കാരണം അവർക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവും, ഇപ്പം എന്നെ വഴക്ക് പറയുമോ അല്ലെങ്കിൽ അടിക്കുമോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ പറയും, അത് കുഴപ്പമില്ല മോനെ, ഒരു ഗ്ലാസ് അല്ലേ, കുഴപ്പമില്ല, നമുക്ക് അത് അടിച്ചു വാരി കളയുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കാലയിൽ കയ്യിൽ കുത്തിക്കയറോ ചില്ലെന്ന് ഓർത്തിട്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, നിങ്ങൾ അങ്ങോട്ട് മാറിയുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കും. അതേസമയം കസേരയിൽ വലിഞ്ഞു കയറുന്നു, ദച്ചുവിൻ്റെ സ്ഥിരം പരിപാടിയാണ്, കസേരയിൽ വലിഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ വീഴാൻ പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നല്ല വഴക്ക് പറയും. കാരണം നമ്മൾ കാരണം ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് വഴക്ക് പറയുക. വഴക്ക് പറയണ്ടെന്ന് എത്ര വിചാരിച്ചാലും അത് നിൽക്കൂല, അതൊന്നും നമുക്കറിയാം. അത് നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മുടെ കുട്ടികളുടെ കുറുമ്പ് അത്രത്തോളം ഉണ്ടല്ലോ. അപ്പം പിന്നെ ചിലർക്കുണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വിഷമം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ലതിന് വേണ്ടി അടിച്ചു എന്നോർത്തോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു എന്നോർത്തോ കുഴപ്പമില്ല. പക്ഷെ അതൊരിക്കലും നമ്മുടെ ബലം തെളിയിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീർക്കാനോ ഒന്നും വേണ്ടിയിട്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ദേഷ്യം വരുവാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ ദേഷ്യത്തിനെ നിയന്ത്രിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റും. ഞാനിവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പം മിക്കപ്പോഴും ഇവിടെ ഉണ്ണിക്ക് വഴക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ റെയറായിട്ടാണെങ്കിലും അടി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദച്ചുവിനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും. ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള അവരുടെ വഴക്കുകളൊന്നും നമ്മൾ കാര്യമാക്കാറില്ല. അവരെന്താ ചെയ്തോട്ടെ, ചിലപ്പോൾ അവൾ അങ്ങോട്ട് കൊടുക്കും, അവൻ ഇങ്ങോട്ട് കൊടുക്കും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് പരാതിയായിട്ട് രണ്ടുപേരും നമ്മുടെ അടുത്ത് വരും. അപ്പം നമ്മൾ പറയും സാരമില്ല, അത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും. അതല്ലാതെ നല്ല രീതിയിൽ കൊടുത്ത്, വല്ല അപകടകരമായ രീതിയിലൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ പാടുവരുന്ന രീതിയിലൊക്കെ വല്ല ഞുള്ളിപ്പറിക്കോ പിച്ചലോ ഒക്കെ ചെയ്തു, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ വഴക്ക് പറയാൻ പോളൂ. അപ്പം ഇങ്ങനെ നമ്മൾ കരച്ചിലൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ, ഓടിപ്പാഞ്ഞ് ഞാനിങ്ങ് വരും. അപ്പം നല്ല ദേഷ്യത്തിലായിരിക്കുമല്ലോ നമ്മൾ വരുന്നത്. അപ്പം നമുക്കറിയാം, ഉണ്ണിക്കറിയാം ഞാൻ ഓടി വരുമ്പം അമ്മ നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. അപ്പോൾ പേടിച്ചിരിക്കും കേട്ടോ. അന്നിങ്ങ് നിന്ന് കഴിയുമ്പോൾ ഞാനൊക്കെ വേണ്ട, വഴക്ക് പറയണ്ട, ദേഷ്യപ്പെടണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ പറയും, ഉണ്ണി എഴുന്നേറ്റ് പോ, അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, അടി കിട്ടണമെങ്കിൽ എണീറ്റ് പോ എന്ന് പറയും ഞാൻ അവൻ്റെ അടുത്ത്. അപ്പം തന്നെ അവനറിയാം ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന്. അപ്പം തന്നെ അവനെ അവിടെ നിന്ന് എണീറ്റ് ഓടും, എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കും. ദച്ച് ചിലപ്പോൾ അപ്പോഴേക്കും എൻ്റെ കരഞ്ഞ് എൻ്റെ മേത്ത് കയറിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് നേരം ദീർഘശ്വാസം എടുക്കും. നല്ല രീതിയിലൊന്ന് നമ്മൾ ബ്രത്ത് ഇൻ ബ്രത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടും. നമ്മുടെ ആ ഒരു ദേഷ്യം പോവും,
ഉറപ്പാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. കാരണം നമ്മുടെ ദേഷ്യം ശമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ അടുത്ത് ചെല്ലാം. എന്നിട്ട് അവരുടെ അടുത്ത് പറയാം, മോനെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അമ്മ പറഞ്ഞിട്ടില്ലേ അങ്ങനെ, അല്ലെങ്കിൽ അമ്മ ഇപ്പം ഞാൻ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്തു എങ്കിൽ അത് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ നമുക്ക് ആ ദേഷ്യം വേഗം തന്നെ ഞാൻ ശമിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്തതിന് ശേഷം വേഗം അവരുടെ അടുത്ത് ചെല്ലുക. പിന്നെ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ മാക്സിമം കുട്ടികളെ അടിക്കാതിരിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയാതിരിക്കുക. എൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അത്. നമുക്കറിയാം ഇപ്പം വീട്ടിൽ അച്ഛനാണ് കുട്ടികളെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ അടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അമ്മയ്ക്ക് നെഞ്ചിനകത്തൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭാരമായിട്ട് തോന്നും, നമുക്ക് വിഷമം വരും. അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അച്ഛന്മാർക്കും. നമ്മൾ അമ്മമാർ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിൽ അതൊരു വിഷമമാകുന്നുണ്ടാവുമായിരിക്കും. അത് നോർമൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു നേച്ചറാണത് അല്ലേ, നമ്മളെ അച്ഛനമ്മമാരുടെ ആ ഒരു കുഞ്ഞുമായിട്ടുള്ള ബന്ധമാണത്. ഇവിടെ അങ്ങനെയാണ്, അച്ഛൻ വഴക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ. അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ വഴക്ക് പറയുമ്പോഴും. അപ്പം നമ്മൾ ഒരാളുള്ള സമയത്ത് നമ്മൾ കുഞ്ഞിനെ വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം ഒരാശ്വാസത്തിന് വേണ്ടി. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നത് കരഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് സങ്കടം വരും ആരും ആശ്വസിപ്പിക്കാനില്ലാത്തപ്പം. അതേസമയം ഇപ്പം അച്ഛൻ വഴക്ക് പറയുകയാണെങ്കിൽ ഓടി എൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ പറയും സാരമില്ല മോൻ അങ്ങനെ ചെയ്തിട്ടല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ച് അവനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകും. അപ്പോൾ കുഴപ്പമില്ല, ആള് ഹാപ്പിയായി, സൈലൻ്റായി, വിഷമം അങ്ങ് മാറും നമ്മൾ പിടിച്ചു കഴിയുമ്പോഴേക്കും. അപ്പോൾ അതാണ് നമ്മൾ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ബോണ്ടിങ് നല്ല ഡീപ്പാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഉമ്മ കൊടുക്കാം. അതും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒക്കെ അവരെ തൊടുവോ അവർക്ക് തലമുടി തഴുകി കൊടുക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ഡീപ്പാണെങ്കിൽ നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും അവർക്കത് ആ വഴക്ക് പറഞ്ഞ് കഴിയുമ്പം അതങ്ങ് മാറും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യും എൻ്റെ അടുത്ത്, അമ്മ അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ ഇതായോ, ബുദ്ധിമുട്ടായോ, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറയണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അത് സാരമില്ല, എനിക്ക് അന്നേരം പേടിയായി എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പറയും അവൻ. അപ്പോൾ അതാണ് കുട്ടികളുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു എത്ര ഡീപ്പായിട്ടുള്ള റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് പറയുകയും ചെയ്യും, അവർക്കത് വലിയ ബുദ്ധിമുട്ടാവുകയില്ല. അല്ലാതെ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാതെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ വഴക്ക് പറയുമ്പോൾ അവർക്കത് അവരുടെ ഉള്ളിൽ തന്നെ ആ ഫീലിംഗ് ഇരുന്നിട്ട് ലോൺലിനെസ് വന്നിട്ട് എന്താ പറയുക അവരുടെ ക്യാരക്ടർ ഫോർമേഷനെയൊക്കെ ഒരുപാട് ബാധിക്കും. കുട്ടികളുടെ മെൻ്റൽ എന്താ പറയുക വളർച്ചേനെ അത് ബാധിക്കും, മെൻ്റലി ഉള്ള അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരിക്കലും വഴക്ക് പറയുന്ന അമ്മ അല്ലെങ്കിൽ അടി കൊടുക്കുന്ന അമ്മ എന്നോർത്തിട്ട് നമ്മൾ ഒരിക്കലും മോശം അമ്മയാകുന്നില്ല. കാരണം അതിൻ്റെ പിന്നിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത് നമ്മളുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അവർ നമ്മളുടെ ആ ഒരു ബുദ്ധിമുട്ടിന് ഒരിക്കലും ബാധ്യസ്ഥർ അല്ലെങ്കിൽ അവരല്ല ഉത്തരവാദികൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദികൾ നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ മാക്സിമം ഹാപ്പിയാക്കി വയ്ക്കുക. കുറഞ്ഞ ഒരു കാലമുള്ളവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല മെമ്മറബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓർക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇഷ്ടംപോലെ അമ്മമാരുണ്ട് ഈ കൂടെ. പിന്നെ ടോക്സിക് പാരൻറ്റിങ് ഒക്കെ വേറെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.